പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള നയതന്ത്രത്തെയും വരും കാലങ്ങളിൽ സ്വാധീനിക്കാൻ പോകുന്ന ചരിത്രപരമായ ഒരു സംഭവത്തിനാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള വൻതോതിലുള്ള ഒരുക്കങ്ങളിലാണ് ഇറാൻ ഭരണകൂടം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമായാണ് ഇറാൻ ഈ ചടങ്ങിനെ നോക്കിക്കാണുന്നത്. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുമെന്നാണ് ഔദ്യോഗിക കണക്കുകൂട്ടലുകൾ. എന്നാൽ ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും നിഗൂഢതകൾക്കും ഈ സംഭവം വഴി തുറന്നിട്ടുണ്ട്. ഖമേനി അന്തരിച്ച് 4 മാസത്തിനകം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ ഇത്രയധികം വൈകിയത് എന്ന ചോദ്യമാണ് ആഗോളതലത്തിൽ ഉയരുന്നത്. ഈ 4 മാസക്കാലം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചു വെച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ ഇറാൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇതാണിപ്പോൾ വലിയൊരു ദുരൂഹതയായി ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇസ്ലാമിക ആചാരപ്രകാരം ഒരാൾ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സാധാരണഗതിയിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഇറാൻ പരമോന്നത നേതാവിന്റെ കാര്യത്തിൽ ഈ പരമ്പരാഗത രീതികളിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു സമീപനമാണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. മൃതദേഹം ദീർഘകാലം കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായം തേടിയിട്ടുള്ള നിഗമനത്തിലാണ് അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ വിശകലന വിദഗ്ധരും എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണയായി ദീർഘകാല മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ എംബാമിംഗ് പ്രക്രിയയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിക മത നിയമങ്ങൾ പ്രകാരം ഭൗതിക ശരീരത്തിൽ രാസവസ്തുക്കൾ കുത്തിവെക്കുന്ന ഇത്തരം രീതികൾക്ക് കടുത്ത വിലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ മൃതദേഹം സംരക്ഷിക്കാൻ ഇറാൻ ഭരണകൂടം എംബാമിംഗ് നടത്തിയിട്ടുണ്ടാകില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനു പകരം അതീവ സങ്കീർണമായ പ്രത്യേക ശീതീകരണ സംവിധാനങ്ങളുള്ള രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഈ 4 മാസവും ശരീരം സൂക്ഷിച്ചിരുന്നത് എന്നാണ് ശക്തമായ സൂചനകൾ. ഈ ദീർഘമായ കാലതാമസത്തിന് പിന്നിൽ കേവലം സാങ്കേതിക കാരണങ്ങൾ മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങൾ ഇറാൻ ഭരണകൂടത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഖമേനിയുടെ മരണശേഷമുള്ള അധികാര കൈമാറ്റം സുഗമമാക്കാനും രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപങ്ങളോ അധികാര തർക്കങ്ങളോ ഉണ്ടാകുന്നത് തടയാൻ സമയം അവർ ഉപയോഗപ്പെടുത്തി. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായും അമേരിക്കയുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി ഉറപ്പാക്കാനാണ് അവർ ഈ 4 മാസം കാത്തിരുന്നതെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ശവസംസ്കാര ചടങ്ങ് ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ ഓപ്പറേഷൻ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചടങ്ങിന്റെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിനായി ഇറാന്റെ വിപ്ലവ ഗാർഡിന്റെ ഭാഗമായ ബാസിദ് സന്നദ്ധ മിലിഷ്യയെ ഭരണകൂടം രാജ്യത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ടെഹ്റാന്റെ തെരുവുകളിലും വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിലും അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനായുള്ള ആധുനിക മിസൈൽ സംവിധാനങ്ങളും നഗരത്തിന് ചുറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. മേഖലയിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ കടുത്ത സൈനിക അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കാൻ ബാഹ്യശക്തികൾ ശ്രമിച്ചേക്കുമെന്ന ശക്തമായ ഭയം ടെഹ്റാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനെ കേവലം ഒരു വിലാപയാത്രയായിട്ടില്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് ഇറാൻ അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവ് വിട പറഞ്ഞെങ്കിലും രാജ്യത്തിന്റെ പ്രതിരോധ വീര്യത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇറാൻ ഒഫീഷ്യലുകളുടെ ലക്ഷ്യം. ഖമേനിയുടെ വിയോഗം സൃഷ്ടിച്ച വലിയ രാഷ്ട്രീയ ശൂന്യത മറികടക്കാൻ ഇറാന് പുതിയൊരു നേതൃത്വത്തെ ശക്തമായി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം പുതിയ ഭരണകൂടത്തിനുള്ള ജനകീയ അംഗീകാരമായി ഉയർത്തിക്കാട്ടാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന ആഭ്യന്തര വിദേശ നയങ്ങളുടെ ദിശാസൂചിക കൂടിയായിരിക്കും ഈ ചടങ്ങിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ. ഈ വലിയ ഒത്തുചേരൽ ഇറാന്റെ പ്രതിരോധ സഖ്യങ്ങളായ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ സംഘടനകൾക്ക് പുതിയൊരു ഊർജ്ജം നൽകുമെന്നും നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട ഇനിയും ശക്തമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് ഈ റാലികളിലൂടെ ഇറാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് ടെഹ്റാനിലെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നത്. 4 മാസത്തെ നിഗൂഢതകൾക്ക് ശേഷം ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുമ്പോൾ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വൈകാരികമായ തരംഗം വളരെ വലുതായിരിക്കും. ഖമേനിയോട് അതീവ ഭക്തി പുലർത്തുന്ന ഇറാഖ്, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്നാണ് വിവരം. നയതന്ത്രപരമായി ഇറാന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള വേദി കൂടിയായി ഇത് മാറും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ടെഹ്റാനിലെ പ്രധാന ഗതാഗത സംവിധാനങ്ങളെല്ലാം താൽക്കാലികമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഡ്രോൺ നിരീക്ഷണങ്ങളും ആധുനിക നിരീക്ഷണ ക്യാമറകളും ഉപയോഗിച്ച് ഓരോ ചലനങ്ങളും സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. സൈനിക ഇന്റലിജൻസ് വിഭാഗങ്ങൾ 24 മണിക്കൂറും സജീവമായി രംഗത്തുണ്ട്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നത് ഇറാൻ സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ്.
അതേസമയം രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഭരണകൂട വിരുദ്ധ ചിന്താഗതിക്കാരും ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും പ്രധാനമാണ്. അതേസമയം രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഭരണകൂട വിരുദ്ധ ചിന്താഗതിക്കാരും ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും പ്രധാനമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും കർശനമായ സാമൂഹിക നിയന്ത്രണങ്ങളും കാരണം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തിയെ ഇത്തരം വലിയ വികാര പ്രകടനങ്ങളുടെ മറികടക്കാൻ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് ചില ആഗോള നിരീക്ഷകർ വിമർശിക്കുന്നുണ്ട്. എങ്കിലും നിലവിലെ സുരക്ഷാ അന്തരീക്ഷത്തിൽ പരസ്യമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ ആരും മുതിരാൻ സാധ്യതയില്ല. ഇറാന്റെ ഭാവി രാഷ്ട്രീയ ഘടനയിൽ ഈ ശവസംസ്കാര ചടങ്ങ് വലിയൊരു വഴിത്തിരിവായിരിക്കും. പുതിയ പരമോന്നത നേതാവിന്റെ കീഴിൽ രാജ്യം കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുമോ അതോ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. ഖമേനിയുടെ കടുത്ത അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ അതേപടി തുടരാനാണ് നിലവിലെ നേതൃത്വം താൽപര്യപ്പെടുന്നത് എന്നാണ് സൂചനകൾ. ഈ സങ്കീർണമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങ് വെറും ഒരു ഔദ്യോഗിക ചടങ്ങല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തന്ത്രപ്രധാന നീക്കമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വാർത്തകളും ദൃശ്യങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.